ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തെത്തി. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, അവിടെ രാഷ്ട്രീയ നാടകം കളിച്ചു, അതാണ് ഈ കേസിനെ ഇത്രയും വഷളാക്കിയത് എന്ന്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? കുറച്ച് നാളുകളായി തന്നെ നാം കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിലെ മലയാളികൾക്ക് തങ്ങളെന്തോ വലിയ സംഭവമാണെന്നൊരു ചിന്തയുണ്ട്. അതാണ് ഈ വിഷയത്തിലും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. രാജീവ് പറഞ്ഞത് തന്നെ വ്യക്തമാണല്ലോ. ഈ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നാടകങ്ങളും ഇല്ലാതിരുന്നുവെങ്കിൽ 3 ദിവസം മുൻപ് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് കുറച്ച് നാൾ മുൻപ് പുറകിലോട്ട് സഞ്ചരിച്ചാൽ അറിയാം, കർണാടകയിലെ ശിരൂരുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ സംഭവമുണ്ടായി. ഈ അർജുൻ്റെ സംഭവത്തിലും ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. കാരണം കേരളത്തിൽ നിന്നും അവിടെ ഒരു സംഭവമുണ്ടായി. അതുണ്ടായപ്പോൾ അവിടെ ബന്ധുക്കളുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോഴേക്കും ഈ രാഷ്ട്രീയ നേതാക്കൾ അവിടെ വരും. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരോട് സംസാരിക്കാനോ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിക്കാനോ ഈ വരുന്ന നേതാക്കൾക്ക് കഴിവില്ല. അവരെന്ത് ചെയ്യും? മാധ്യമങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ എത്തി ഒരു നാടകം കാണിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അർജുൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു സമയവുമായി ബന്ധപ്പെട്ടല്ലേ ഒരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഈ രാഷ്ട്രീയ നാടകമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം അവിടെ പോയി എന്ത് ചെയ്യാനാണ്? കാരണം ഈ കേരളത്തിന് പുറത്തു പോയാൽ ആ നേതാക്കൾക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. ഒന്നുകിൽ അവിടെ ബി.ജെ.പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് സ്വാധീനമുള്ളത്. ശിരൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയും. അല്ലാതെ ഈ റഹീം പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? റഹീം പോയിട്ട് അവിടെ പോയി മാധ്യമങ്ങളെ കണ്ട് സാധാരണക്കാരനെ പോലെ സ്ഥലമെല്ലാം കണ്ടിട്ട് വന്നിട്ട് മാധ്യമങ്ങളോട് പറയാം, ഞങ്ങളെല്ലാം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ശകാരിക്കാൻ, ഒരു സംഘർഷം ഉണ്ടാക്കാൻ. അത് നാം കണ്ടല്ലോ. അവിടുത്തെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ്.പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അരുൺകുമാർ വിവാദത്തിൽ ഏർപ്പെടുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്, മറ്റൊരു സംസ്ഥാനത്തെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. ആ രീതിയിൽ തന്നെയാണ് ഈ ഛത്തീസ്ഗഡിലും ഉണ്ടായത്. റഹീം പോവുകയാണ്, ആ ഉദ്യോഗസ്ഥനോട് അനാവശ്യമായി പെരുമാറുകയാണ്. കാരണം അവർ മനുഷ്യരുമാണ്. അവരെ ഈ ബി.ജെ.പി അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരിക്കുമല്ലോ അവർ വോട്ട് പിടിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പി പറയും, ഇവിടെ വലിയ രീതിയിൽ ക്രൈസ്തവവുമായി ബന്ധപ്പെട്ട് അവർ മതപരിവർത്തനം നടത്തുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളത് മാറ്റം കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരിക്കുമല്ലോ അവർ വിജയിച്ച് കയറുന്നത്. പക്ഷെ അങ്ങനെ വിജയിച്ച് കയറുന്ന ഒരു സംസ്ഥാനത്ത് പോയാണ് ഈ റഹീം അടക്കമുള്ളവർ വെല്ലുവിളിക്കുന്നത് അവരെ. റഹീമിനെ പിടിച്ചിടാത്തത് ഭാഗ്യം. കാരണം അതെന്താണ് അങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ ബജ്റംഗ് ദൾ പ്രവർത്തകർ അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ പോകുകയാണെങ്കിൽ തല്ലുകൊടുത്ത് ഓട്ടിച്ചാണ് പതിവ്. കാരണം ഇത്തരം നാടകങ്ങളുമായി അവിടെ പോയാൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള വികാരം അവിടെ പ്രതിഫലിക്കും. അവർ ചിലപ്പോൾ കയ്യേറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നാടകമായിരുന്നു നാം കണ്ടത്. ആ നാടകം തന്നെയാണ് ഇന്നും കണ്ടത്. ജയിലിന് പുറത്ത് ഈ കന്യാസ്ത്രീകൾ ജാമ്യത്തിന് ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിൽ ലഡു വിതരണമാണ് ഈ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ. എന്തിനാണ്? ഇത് വ്യക്തമാണ്, രാജീവ് പറയുന്നതിൽ വ്യക്തമാണ്. സഭാ നേതൃത്വം ബി.ജെ.പിയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നേതൃത്വവുമായി കേരള ബി.ജെ.പി ചർച്ച നടത്തുകയും അവരുടെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് കൃത്യമായി ജാമ്യം ലഭിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ ലഡുവുമായി പോയ ജോൺ ബ്രിട്ടാസിന് അവിടെ വലിയ റോളില്ല. അതോടൊപ്പം തന്നെ പല നേതാക്കളും, വൃന്ദാക്കാരാട്ട്, മാനി രാജ്യം അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുന്ന കാഴ്ച കണ്ടു. അവിടെ എത്തിയിട്ട് എന്താണ് ചെയ്യാൻ? ആ രീതിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ കുറച്ചു നാളുകളായി തന്നെ രാഷ്ട്രീയക്കാർ പൊട്ടന്മാരാക്കി, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പൊട്ടന്മാരാക്കി മാറ്റുകയാണ്. ഇന്നലെ തന്നെ ബി.ജെ.പി നേതൃത്വം പറഞ്ഞതായിരുന്നു, ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു എതിർപ്പ് കോടതിയിൽ ഉണ്ടാകില്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുകയാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് ജാമ്യം ലഭിക്കില്ലെന്ന് ഇന്നലെ പറയുകയാണ്. ഇന്ന് അവർ മാറ്റി പറയുകയാണ്. ഇന്ന് ജാമ്യം ലഭിച്ചപ്പോൾ പറയുകയാണ്, രാജീവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രെഡിറ്റ് അടിക്കാനാണോ ഛത്തീസ്ഗഡിൽ എത്തിയതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ കുറച്ച് അവിടെ നിൽക്കുകയാണല്ലോ. എന്താ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ? ഇതിപ്പോൾ ഈ നേതൃത്വം, സഭാ നേതൃത്വത്തിന്റെ സഹായം ഈ ബി.ജെ.പി നേതൃത്വത്തോടാണല്ലോ ഇവർ ചോദിക്കുന്നത്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് കൃത്യമായി തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആ സംസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനും ബി.ജെ.പിക്കും മാത്രം സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. നാളെ ഈ കേരളത്തിലൊരു പ്രശ്നം
നാളെ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. BSP ഉത്തർപ്രദേശിലെ BSPയിലെ നേതാക്കൾ വന്ന് കേരളത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും പരിഗണന നൽകുമോ? ഒരു മനുഷ്യ പരിഗണന നൽകും. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സിലെ രാജസ്ഥാനിലോ ഗുജറാത്തിലോ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കുന്ന പരിഗണന BSP നേതാക്കൾ വന്ന് സംസാരിച്ചാൽ ലഭിക്കുമോ? അല്ലെങ്കിൽ ഒരു SP നേതാക്കൾ വന്ന് സംസാരിച്ചാൽ ലഭിക്കുമോ? ആ രീതിയിൽ തന്നെയാണ് ആ നാട്ടിൽ ഈ ബ്രിട്ടാസിനെയെല്ലാം പരിഗണിക്കുന്നത്. ആ പരിഗണന പോലും നൽകാറില്ല. BSP ആയാലും SP ആയാലും വലിയ രീതിയിലൊന്നും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാർട്ടിയല്ല. ഈ CPM എന്ന് കേൾക്കുമ്പോഴേ അവിടെയുള്ള ഉത്തരേന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ സാധാരണക്കാർ വിചാരിക്കുന്നത് ഒരു ചൈനീസ് ചാരന്മാരും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധരുമാണ്. രാജ്യവിരുദ്ധ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം കാണുന്ന ചുവപ്പ് കൊടിയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്ഥാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ പാർട്ടിയെ പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് ഇല്ലാതാക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലം, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ ഒരു കാലത്ത് അവിടെ CPMന്റെ MLA ആയിരുന്നു. ബീഹാറിലുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു. എല്ലായിടങ്ങളിലും ഈ പാർട്ടിക്ക് MLAമാരും MP മാരും ഉണ്ടായിരുന്ന പാർട്ടി ഇപ്പോൾ ദയനീയമായി ഇടിയാനുള്ള കാരണം എന്താണ്? ആ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നേതാക്കളെ വിലയില്ല. ഈ കൊടിയോട് തന്നെ അതെ ഈ നേതാക്കളുടെ ആശയത്തോടും അവർ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചവിട്ടി പുറത്താക്കിയത്. ആ ചവിട്ടി പുറത്താക്കിയ നാട്ടിലേക്കാണ് ലഡുവുമായി കടന്നു പോയിരിക്കുന്നത്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തന്നെ അറിയും. മറിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ദേശീയ രാഷ്ട്രീയം ചർച്ചയായി വരുന്നുണ്ട്. മുൻകാലങ്ങളിലെല്ലാം ഈ സഖാക്കളുടെ ദേശാഭിമാനിയും അതോടൊപ്പം തന്നെ കൈരളി TV-യിലും ഒതുങ്ങി നിന്ന ഒരു രാഷ്ട്രീയമല്ല. കേരളം കുറച്ച് നാളുകളായി ഒരു 2014 ശേഷം പൂർണ്ണമായി തന്നെ ദേശീയ രാഷ്ട്രീയം സോഷ്യൽ മീഡിയയോടാണ്. അതെ, പൂർണ്ണമായി തന്നെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു അബദ്ധം പറ്റുന്നുണ്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് BJP എതിർക്കാൻ വേണ്ടി ഒരു ദേശീയ രാഷ്ട്രീയം ചർച്ചയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായി വീണ്ടും ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ ആ ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്നത് കൊണ്ടാണ് പടിപടിയായി BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ കേരള നേതാക്കളുടെ ഈ സ്നേഹവും അവരുടെ ശക്തമായ പ്രവർത്തനവും കൊണ്ടല്ല. ദേശീയ രാഷ്ട്രീയം പ്രത്യേകിച്ച് ചർച്ചയാവുകയാണ്. ഈ കേരളത്തിൽ ഒരു നിലപാട് അത് നാം കണ്ടല്ലോ. 2004 അത് വലിയ രീതിയിൽ പ്രചരണം കേരളത്തിൽ നടന്നിട്ടില്ല. എവിടെ നിന്നും കോൺഗ്രസിനെ എതിർക്കുക, ആന്റണി എതിർക്കുക, ഉമ്മൻചാണ്ടി എതിർക്കുക, വാളയാർ അതിർത്തി കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് ചോദിക്കുക. ഇതൊന്നും മുൻകാലങ്ങളിൽ ചർച്ചയായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചർച്ചയാകുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കായിരിക്കും അതിന്റെ ഗുണം ലഭിക്കുക. ഒന്ന് കോൺഗ്രസിനും പിന്നെ ഒന്ന് BJPക്കുമായിരിക്കും. ഈ പൂർണ്ണമായി തന്നെ അവിടെ ഇല്ലാതാക്കാൻ പോകുന്നത് CPM ആണ്. CPM എന്ത് ദേശീയ രാഷ്ട്രീയം പറയും? അവരുടെ ദേശീയ നേതാവ് ഇരിക്കുന്ന കുണ്ട്രയിലാണ്. ഈ കുണ്ട്രയിൽ നിന്നിട്ട് അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ DYFI എടുത്ത് നോക്കുക. മറ്റേ ആമസോൺ കാർഡ് കത്തിക്കുമ്പോഴും അതിനെ നിയന്ത്രിക്കുന്ന നേതാവ് ഇരിക്കുന്നത് ഇങ്ങ് ബേപ്പൂരാണ്. ആ രീതിയിൽ തന്നെ മാത്രമല്ല പോസ്റ്റ് ഓഫീസ് സമരമാണ്. അവരെ സംബന്ധിച്ച് പോസ്റ്റ് ഓഫീസുകളുടെ മുന്നിലാണ് അവർ സമരം ചെയ്യുന്നത്. അതും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് അങ്ങനെ ആ പാർട്ടി ചുരുങ്ങി പോവുകയാണ്. ചുരുങ്ങി പോകുമ്പോഴാണ് ഒരു വെപ്രാളം പോലെ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഇറങ്ങിത്തിരിക്കുന്നത്. ചുരുക്കം ഇവിടെയെങ്കിലും ഈ കേരളത്തിലെങ്കിലും ഒരു ആകെയുള്ള ഒരു പച്ചപ്പ്, ഒരു തുരുത്ത് കേരളമാണ്. അതെങ്കിലും എങ്ങനെയെങ്കിലും നിലനിർത്താനാണ് അവരുടെ ജീവൻ മരണ പോരാട്ടം. നിലനിർത്താൻ വേണ്ടി അവർ ദേശീയ രാഷ്ട്രീയമാണ് ഉന്നയിക്കുന്നത്. ഈ ദേശീയ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ഈ ശിവഗിരി സന്ദർശിക്കുന്നു. അന്ന് നരേന്ദ്രമോദി വന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. ഇവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. നരേന്ദ്രമോദി അതിനെതിരെ കൊലപാതക കൊലവിളി കരിദിനം. എന്നിട്ട് എന്തായി? അന്നായിരിക്കും ചിലപ്പോൾ നരേന്ദ്രമോദി ഈ ശിവഗിരി സന്ദർശിക്കുന്നു എന്നുള്ളത് ലോകം മുഴുവനും പാട്ടായി അറിഞ്ഞു. ഇപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. നമുക്ക് ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് അറിയില്ല. അദ്ദേഹം ഇനി വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ പ്രധാനമന്ത്രിയാകുമായിരിക്കും, അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ എന്തെങ്കിലും അറിവുണ്ട്. നാളെ അദ്ദേഹം കേരളത്തിൽ വരികയാണ്. അപ്പോൾ ഉടനെ DYFI ഇറങ്ങണം. അദ്ദേഹം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരക്കും. ഇതെന്താ സംഭവം? ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അങ്ങനെ കേരളത്തിൽ നരേന്ദ്രമോദിയെ ബ്രാൻഡ് ചെയ്തത് DYFI ആണ്, ശിവഗിരി യാത്രയാണ്. ആ ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് കരിദിനമാകുന്നു, സമരങ്ങളാകുന്നു, ഒരാഴ്ചയോളം മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. അന്ന് എല്ലാവരും തിരക്കി ഇറങ്ങി നരേന്ദ്രമോദി ആരാണെന്ന്. അത് 2014 ഇലക്ഷൻ ആയപ്പോൾ കണ്ടു. പല മണ്ഡലങ്ങളിലും ചരിത്രത്തിൽ ആദ്യമായി BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ
ആ വളർച്ചയാണ് ഈ 2020 വന്ന് നിൽക്കുന്നത്. എന്തായാലും അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഇനി കാണാനിരിക്കുന്നതും. പക്ഷേ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ട് നഷ്ടമാകുന്നത് മലയാളികൾക്ക് മാത്രമാണ്. മലയാളികൾ ഇനിയെങ്കിലും തുറന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകും. ഒരു 6 ദിവസം കൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള സാധനത്തിന് 9 ദിവസം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ 4 ചുമരുകൾക്കുള്ളിൽ തീരുമായിരുന്ന ഒരു കേസ് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് അവിടുന്ന് പറഞ്ഞു വിടാമായിരുന്ന ഒരു കേസ്, 24 മണിക്കൂറിനുള്ളിൽ തീരുമായിരുന്ന ഒരു കേസിനെ ഇത്രയും വഷളാക്കി എടുത്തതിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പങ്കുണ്ട്. ഇപ്പോൾ CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും എത്ര പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ കാരണം അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് ജാമ്യം കിട്ടരുത്. കാരണം ഒരാഴ്ചയും കൂടെ ഒന്ന് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന രീതിയിൽ അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിന് നടന്നിട്ടില്ല. കൃത്യമായി ഇടപെടലുണ്ടായി. മറ്റൊരു കാര്യം കൂടെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ പ്രശ്നത്തിന് പിന്നാലെ മതപരിവർത്തന നിയമം കൂടുതൽ കടുപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോകും. അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ആ നിയമം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അത് കൂടുതൽ കർശനമായി നടപ്പാക്കണം എന്നൊരു തീരുമാനം പൊതുവെ ഉയർന്നു വരും. കാരണം ഈ പ്രശ്നങ്ങൾ തീർന്നു പോയി, പക്ഷെ അവിടെ ഒരു തുടർച്ച ഉണ്ടാകും. എല്ലാ കാലത്തും രാജീവ് രക്ഷിക്കാൻ വരില്ലല്ലോ. അതെ.